ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു V3 വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെറിയ കുറച്ച് മേക്കപ്പ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നാളെ പുറത്തൊക്കെ നല്ല മഴയാണ് ഗൈസ്. പക്ഷേങ്കിലും നമുക്ക് സൺ ബാൻ തേക്കാം ഒരു സുഖത്തിന്. ഗൈസ് നമ്മൾ തേക്കാൻ പോകണം. ഗൈസ് നമ്മളിതാ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഗൈസ് നമ്മൾ സൺബാൻ ഇട്ടു. നല്ല എന്താ പറയുക, ഒരു സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ലിപ് ബാം തേച്ച് കൊടുക്കാം. സ്ട്രോബെറീൻ്റെതാട്ടോ ലിപ് ബാം. ഗൈസ് നമ്മൾ തേച്ച് കഴിഞ്ഞു ഗൈസ് നമ്മളിത് മൂടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സബോളിൽ തേച്ച് കൊടുക്കാം. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളെ സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആക്കുന്നത്. സബോളിൻ കുറച്ച് നമുക്ക് ചുണ്ടിൽ തേച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്തിട്ടുണ്ട്. ഓവറായാലേ അതും പ്രശ്നമാണ്. ഇനി നമുക്ക് സെപ്പാമെറ്റിൻ്റെ വേറൊരു ലിപ് ബാമാണിത്. ഇത് ചെറീൻ്റെ ആട്ടോ. ഗൈസ് ഇതെന്താക്കാനാ, എങ്ങനെയായിപ്പോയി, പൊട്ടിപ്പോയതാണ് ഗൈസ്. ഗൈസ് അപ്പം ഇത് കുറച്ച് ഓവറാണ് ഗൈസ്. അത് നമുക്ക് ചെറുതായിട്ട് ഇതാക്കട്ടെ. അത് നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ണാടി ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ നോക്കിയിട്ടാണ് ഇതാക്കുന്നത്. സെബാമെറ്റിൻ്റെ ലിപ്സ്റ്റിക്ക് അല്ല ലിപ് ബാമാണ് ഗൈസ്. ഇത് കുറച്ച് നല്ല എന്താ പറയുക, കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒരു ലിക്വിഡിൻ്റെ ഡാസലറിൻ്റെ ലിക്വിഡിൻ്റെ എന്താ പറയുക ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നമുക്ക് തേച്ച് കൊടുക്കാം. എന്നെക്കാണ് എന്തായാലും ബോറായിട്ടുണ്ടാവും ഗൈസ്. എന്തായാലും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഞാനത് ഇങ്ങനെ ഒരു വലിയ വരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. ഇനി നമുക്കിതൊന്ന് ഇതാക്കി കൊടുക്കാം. ഗൈസ് നമ്മളിതാ എൻ്റെ ചുണ്ടിലൊക്കെ ആയിപ്പോയി. ചുണ്ടിൻ്റെ പുറത്തായാണ് നാളെ എന്താക്കിയോ അങ്ങനെ അങ്ങാക്കി കിടക്കാം. കുറച്ച് ഓവറായോ എന്നൊരു സംശയം. ഗൈസ് അപ്പം നമ്മൾ ചുണ്ടുക. എനിക്ക് തന്നെ ശരിയായിരുന്നു ഗൈസ്. എന്നിതാ ഗൈസ് നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഐ ഷാഡോ ആണ് കേട്ടോ. ഐ ഷാഡോ ഗൈസ്, ദിസ് അവർ ഐ ഷാഡോ. കുറേ യൂസ് ചെയ്ത് തീർന്നതാണ്, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, ഇതിൽ ഏത് തേക്കണം എന്നുള്ള അറിയാത്തൊരാകാംക്ഷയാണ് ഗൈസ്. ഇതാണ് എൻ്റെ കൈ ഫുള്ള് പണിയായി. നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഗൈസ്. ഇനി നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സിന് വെച്ചാൽ ഒരു ബ്ലൂ കളർ ഗൈസ്. ഇതാവുന്നില്ല കേട്ടോ ഗൈസ്. ഐലൈനർ ഇപ്പം ഇട്ടാലേ ശരിയാകത്തില്ല, അതുകൊണ്ടാണ് ഞാനിതാ ഇപ്പം ഇടാത്തത്. ഇതെന്താക്കാൻ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഗൈസ് എൻ്റെ ഏതാണ് ഗൈസ്. എനിവേ നമുക്കിതാ ഇട്ട് കൊടുക്കാം. അരച്ചൊരു വിത്തായിട്ടുണ്ട് ഗൈസ്. ഇപ്പം കുറച്ച് വരുന്നുണ്ട് കേട്ടോ. ഗൈസ് എൻ്റെ ബാക്കിലുള്ളത് ഇതാ ഗൈസ്, രണ്ട് ചിങ്കിരിമാരാണ് കേട്ടോ. ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ ഇടുന്ന എല്ലാ സാധനങ്ങളും ഇതാ
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തരാം. ഇതാ അപ്പോൾ നമ്മളാ ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കണം. എൻ്റെ മുഖത്തുനിന്ന് മാറ്റം വന്നോ എന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഗൈസ്. 1 മിനിറ്റ് നമുക്കിനി കണ്ണാടിയിൽ നോക്കി വെക്കാം ഗൈസ്. കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ലുക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഗോൾഡൻ ഇടാം ഗൈസ്. ഗോൾഡൻ ഇടാം. ഗോൾഡൻ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഗോൾഡൻ എടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സിൽവറോ അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിതാ ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. നമുക്കിനി ഐലൈനറും കൂടി ചെയ്താണ്ട് ഗൈസ്. നമ്മൾ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ നമുക്ക് ഐലൈനർ ആയിട്ട് കൊടുക്കാം. എനിക്ക് വാലിടുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ചില സമയത്ത് ഞാൻ വാലിട്ടാൽ എന്തോ പോലെ ആയിരിക്കും. അപ്പം പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഇട്ടോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ 2 കണ്ണിലും ഐലൈനർ ഇട്ട് ഗൈസ്. ഇതുണ്ടല്ലോ പരകിപ്പോയതാണ്, അതുകൊണ്ടാണ് പരകിപ്പോയതുകൊണ്ടാണ് ഗൈസ് രസമില്ലാത്തത്. അപ്പം നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. Ta-da!